ശനിയാഴ്ച ഇത്രയും തുള്ളിച്ചാടി എങ്ങോട്ടേക്കായിരിക്കും ഊഹിക്കാമല്ലോ. അതെ, അത് തന്നെ എൻ്റെ വീട്ടിലേക്കുള്ള പോക്കാണ്. 5 മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നേ. ആൻഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ അമ്മാമ്മ. ഞാനും എൻ്റെ കുഞ്ഞമ്മയുടെ മോളും എൻ്റെ ഉണ്ണിച്ചേനും ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് 10-22 വർഷം ജീവിച്ച ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ അമ്മാമ്മ രാവിലെ പൂക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം പോണ്ടേ കൊച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് എന്നെയും അനിയത്തിയും എല്ലാവരും ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അനിയത്തിയുടെ മോനെ അവൾ സാറ്റർഡേ ആകുമ്പോഴത്തേനും വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഞാൻ നേരെ ചെന്നിട്ട് അവൾക്ക് സാറ്റർഡേ ഓഫീസിൽ പോകണം. അപ്പോൾ എനിക്ക് പോകണ്ടല്ലോ, അവധിയാണ്. ഞാൻ നേരെ അമ്പാടിയും കൂട്ടി വസുക്കുട്ടനെയൊക്കെ എടുത്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് വരും. ആൻഡ് 2 പേരും കൂടെ കാണും. ഇന്നവർ വന്നിട്ടില്ല. അപ്പോൾ യവന്മാരെല്ലാം കൂടെ ആയിട്ട് അടിച്ച് പൊളിയാണ് വീട്ടിൽ. ഇതാണ് പരിപാടി. ആൻഡ് വസു ചൂടെടുക്കാതിരിക്കാൻ ഒരു ഫാൻ എടുത്ത് കമ്പിൽ കുത്തി അത് കറക്കി നിൽക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിയാണ് കുട്ടിക്ക്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനുമായിട്ട് കുറച്ച് നേരം വഴക്കൊക്കെ ഇട്ടിട്ട് നേരെ എല്ലാത്തിനെയും കൂടെ തൂക്കിയെടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അച്ഛനുമായിട്ടാണ് നെക്സ്റ്റ് അടി. കാരണം ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ അച്ഛൻ പറയുവാണ്, ഇതെന്തുവാ ടി വി ആണിട്ട് അവിടെ നിന്ന് മാറാൻ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ മുമ്പ് കുറച്ച് നേരം ഒരു ഷോയൊക്കെ കാണിച്ച് ഞാനിപ്പോൾ ടി വി ഓഫ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് അച്ഛനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിന് അടിയൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ വസുക്കുട്ടൻ്റെയും അമ്പാടിയുടെയും കൂടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ച് ടാറ്റാ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ സ്കൂട്ടറിൽ കയറി പോവുകയാണ്. ഇനി അടുത്ത ശനിയാഴ്ച വരെ ഒരേ കാത്തിരിപ്പാണ്. സത്യം പറഞ്ഞാൽ ഈ ശനിയാഴ്ച എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇത്രയും സുഖം തരുന്ന ഒരു ദിവസമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ എക്സ്പീരിയൻസ്? ആൻഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ടാറ്റാ ബൈ.